ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഫൈസൽ സാറാണ്. യെസ്, നമ്മുടെ മക്കളെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് നമ്മുടെ ജിയോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്റർ. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് ഇന്ത്യ സൈസ് ആൻഡ് ലൊക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കുറച്ച് MCQ ക്വസ്റ്റ്യൻസും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടന്റ് ടോപ്പിക്സുകളും ഒരുമിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. MCQ ക്വസ്റ്റ്യൻസ് മാത്രമല്ല, എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയാൻ പോകുന്നത് എന്ന ഡീറ്റെയിൽ അടക്കമുള്ള ഒരു സെഷനാണ് ഇന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. സോ മക്കൾ എല്ലാവരും റെഡി ആണല്ലോടാ? പഠിക്കാൻ എല്ലാം സെറ്റ് ആയിട്ട് നിങ്ങൾ റെഡി ആണല്ലോ? നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്, ജിയോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇന്ത്യ സൈസ് ആൻഡ് ലൊക്കേഷൻ എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് മൂവ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, വിച്ച് ലൈൻ ഡിവൈഡ്സ് ഇന്ത്യ ഇൻടു അപ്രോക്സിമേറ്റ്ലി 2 ഈക്വൽ പാർട്സ്? ഇന്ത്യ ഒരു 2 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് മാറ്റുന്ന ലൈൻ ഏതാണെന്നുള്ളതാണ്. നമ്മുടെ ഇക്വേറ്റർ ആണോ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണോ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ആണോ? ഇനി ഇതൊന്നുമല്ല, നൺ ഓഫ് ദീസ് ആണ്. ആക്ച്വലി നമുക്കറിയാം ഇക്വേറ്ററിന് മുകളിലാണ് ഇന്ത്യ കിടക്കുന്നത്. ഇന്ത്യ ഫുള്ളി സിറ്റുവേറ്റഡ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇക്വേറ്റർ ഡിവൈഡ് ചെയ്യില്ല. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഇക്വേറ്റർ അല്ല ആൻസർ എന്നുള്ളത് നമുക്ക് ഒന്നാമതായിട്ട് കാര്യം മനസ്സിലായി. ദ സെക്കൻഡ് തിങ്, രണ്ടാമതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ സദേൺ ഹെമിസ്ഫിയറിൽ കിടക്കുന്നതാണ്. സദേൺ ഹെമിസ്ഫിയറിൽ കിടക്കുന്ന ഒരു രേഖ എന്തായാലും ഒരു ലൈൻ ഒരിക്കലും എന്തില്ല നോർത്തേൺ ഹെമിസ്ഫിയറിൽ കിടക്കുന്നത് ഇന്ത്യയെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് ഏതല്ല, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണുമല്ല. ഇനി നമ്മുടെ മുമ്പിൽ വരുന്ന ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ്, 23.5 നോർത്തിൽ കിടക്കുന്ന ട്രോപ്പിക് ഓഫ് ക്യാൻസർ. സോ ദ റൈറ്റ് ആൻസർ ഈസ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. നമ്മൾ എന്താണ്, ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ് നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. സോ സിമ്പിളി നമ്മൾ മനസ്സിലാക്കി വെക്കുക, ഇന്ത്യയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന, ഇന്ത്യയെ 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ലൈൻ ആണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ട്രോപ്പിക് ഓഫ് Cancer. So the second question, which meridian is fixed as the standard meridian of India? ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെരീഡിയൻ ആയിട്ട് എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ടൈം എല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏത് മെരീഡിയൻ ബേസ് ചെയ്തുകൊണ്ടാണെന്നുള്ളതാണ്. നമുക്ക് ഇതിൽ ഒരുപാട് കാണാം, ഒരു അറൌണ്ട് എല്ലാം തന്നെ 80ലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആൻസർ ഒന്നാമത്തെ കിട്ടി, സംതിങ് ബേസ്ഡ് ഓൺ 80 ഉണ്ടായിരിക്കാം. ദ സെക്കൻഡ് തിങ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യ ഈസ്റ്റ് സൈഡിലാണോ വെസ്റ്റ് സൈഡിലാണോ എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇന്ത്യ ഏത് സൈഡിലാണുള്ളത്? നമ്മുടെ ഗ്രീൻവിച്ച് മെരീഡിയൻ വെച്ച് ബേസ് ചെയ്തിട്ട് നമ്മൾ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഈസ്റ്റ് സൈഡിലാണ്. അപ്പൊ ഒരു ഈസ്റ്റ് സൈഡിലുള്ള പോയിന്റ് ആയിരിക്കും. മാത്രമല്ല നമ്മൾ മനസ്സിലാക്കി വെക്കുക, നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ആക്ച്വലി 82.5 ഈസ്റ്റ് ആണ്. 82.5 ഡിഗ്രി, 82.5 ഡിഗ്രി ഈസ്റ്റ് ആണ് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറീഡിയൻ എന്ന് പറയുന്നത്. ഇതിന്റെ ബേസിലാണ് നമ്മൾ +530 എന്ന് പറയുന്ന 5.5 മണിക്കൂർ ഗ്രീൻവിച്ചിൽ നമ്മൾ ആഡ് ചെയ്തുകൊണ്ട് +530 ആഡ് ചെയ്തുകൊണ്ടൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൈം കാണുന്നതൊക്കെ ഈ ഒരു ബേസിലാണ് എന്ന് മക്കൾ എന്ത് ചെയ്യുക, അറിഞ്ഞു വെക്കുക. സോ ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറീഡിയൻ ഏതാണ്? 82.5 ആണ്. സോ ഞാനിത് അവിടെ കൊടുത്തിട്ടുണ്ട്, ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ ലെറ്റ്സ് മൂവ് ടു ദ തേർഡ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓക്കെ. So the standard of meridian is India is 80°30' east. ഈ 30 എന്ന് പറയുന്നത് 30 മിനിറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഹാഫ് എന്നാണ്, 60 മിനിറ്റ് ആണ് ഒരു ഡിഗ്രി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സെയിം ആയിട്ട് കൊടുത്തത്. പാസസ് ത്രൂ which of the following places? അത് പാസ് ചെയ്യുന്ന ഏതെല്ലാം ഏരിയയിലൂടെയാണ് പാസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മുടെ കന്യാകുമാരി തമിഴ്നാടു ആണോ, അതേസമയം ചിറാപൂഞ്ചി അരുണാചൽ പ്രദേശിലൂടെയാണോ, മിർസാപൂറിന്റെ ഉത്തർപ്രദേശിലൂടെയാണോ, അതേസമയം നൺ ഓഫ് ദീസ് ഇതിൽ ഏതും അല്ലാത്തതിലൂടെയാണോ? ഞാൻ പറഞ്ഞു ഇതിനൊരു ആൻസർ ഉണ്ട്, പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നൺ ഓഫ് ദീസ് എന്തായാലും അല്ല, there is no other doubt, but കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇന്ത്യയുടെ ഓൾമോസ്റ്റ് സെന്ററിലൂടെ പോകുന്ന മെരീഡിയൻ ആയിരിക്കുമല്ലോ സ്റ്റാൻഡേർഡ് മെരീഡിയൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് കന്യാകുമാരി അല്ല, കൂടാതെ തന്നെ ചിറാപൂഞ്ചിയും അല്ല, അതൊക്കെ സൈഡ് കിടക്കാൻ, ചിറാപൂഞ്ചി ഒക്കെ സൈഡിലാണ് കിടക്കുന്നത്. നമുക്ക് ആൻസർ മനസ്സിലാക്കാം. ദ റൈറ്റ് ആൻസർ ഈസ് ദ സി, ദാറ്റ് ഈസ് മിർസാപൂർ ഇൻ ഉത്തർപ്രദേശ്. അപ്പൊ ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെരീഡിയൻ പാസ് ചെയ്യുന്നത് ഏതിലൂടെയാണ്? മിർസാപൂർ ഇൻ ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലെ മിർസാപൂർ എന്ന് പറയുന്ന ലൊക്കേഷനിലൂടെയാണ് പാസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ്. സോറി, ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, എന്നാൽ അടുത്തയിലേക്ക് പോവാം. ദ ലാൻഡ് ബൗണ്ടറി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ലാൻഡ് ബൗണ്ടറി എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്റർ ആണ്? ഇന്ത്യയുടെ ലാൻഡ് ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ദ കിലോമീറ്റർ ഈസ് 15,200 കിലോമീറ്റർ. 15,200 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ ലാൻഡ് ബൗണ്ടറി. നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. ഡി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. സോ നമുക്ക് ഈസി ആയിട്ട് ആ കാര്യങ്ങളെല്ലാം ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ ഈസ് ലൈൻ entirely in the which hemisphere? ഇതിന്റെ ഫസ്റ്റ് ആൻസർ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ ചെറുതായിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് സൂചിപ്പിച്ചു വെച്ചായിരുന്നു ഇല്ലേ? ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ ഡീറ്റെയിലിംഗ് തന്ന സമയത്ത് ഞാൻ സൂചിപ്പിച്ചിരുന്നു ഇന്ത്യ ഏത് ഹെമിസ്ഫിയറിലാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഏത് ഹെമിസ്ഫിയറിലാണ് നിൽക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്നത്? സൗത്തിലാണോ,
അല്ല, ഇന്ത്യ നിൽക്കുന്ന ഏത് ഹെമിസ്ഫിയറിലാ? നോർത്തേൺ ഹെമിസ്ഫിയറാ. ഇന്ത്യ ഇസ് കംപ്ലീറ്റ്ലി ലൈ ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ. കാരണം 8 ഡിഗ്രി ഓൺവേർഡ്സ് ആണ് ഇന്ത്യയുടെ ലൊക്കേഷൻ തുടങ്ങുന്നത് പോലും. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക, ഇന്ത്യ ഇസ് കംപ്ലീറ്റ്ലി ലൈ ഡൗൺ ദ നോർത്തേൺ ഹെമിസ്ഫിയർ. ഇന്ത്യ പൂർണ്ണമായിട്ടും നിൽക്കുന്ന ഏത് ഹെമിസ്ഫിയറിലാണ്? നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. എന്നാൽ അടുത്ത ചോദ്യമാണോ? 6ാമത്തെ ചോദ്യം, ലാറ്റിറ്റ്യൂഡൽ എക്സ്റ്റെന്റ് ഓഫ് ഇന്ത്യ. ഇത് 1 മാർക്കിന് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന MCQ ക്വസ്റ്റ്യൻ എപ്പോഴും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ ലാറ്റിറ്റ്യൂഡൽ എക്സ്റ്റൻഷൻ എന്താണ്? ഈ ലാറ്റിറ്റ്യൂഡും ലോങ്റ്റിറ്റ്യൂഡും അറിയില്ലേ? നിങ്ങൾക്ക് അറിയാവുന്ന, നിങ്ങൾ 9th വരെ എത്തിയ മക്കളാണ്. സോ അതുകൊണ്ട് എല്ലാവരും പഠിച്ചിട്ടുള്ള കാര്യം അല്ലെ? ഓക്കെ ഫൈൻ. സോ അങ്ങനെയാണ് ലാറ്റിറ്റ്യൂഡൽ എക്സ്റ്റൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ആക്ച്വലി ദ ആൻസർ ഈസ് 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് ടു 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത്. 8 ഡിഗ്രി 4 മിനിറ്റ്. ആക്ച്വലി ആ സിംഗിൾ ലൈൻ നമ്മൾ വിളിക്കുക മിനിറ്റ് എന്നാണ് വിളിക്കാറുള്ളത്. ആൻഡ് 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് ആണ് ഇന്ത്യയുടെ ലാറ്റിറ്റ്യൂഡൽ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോ ഞാൻ ഇതിനിടയിൽ ചെറിയൊരു കാര്യം കൂടെ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. ഈ ടോപ്പിക്സുകളൊക്കെ പറയുന്നതിനിടയിൽ മക്കളെ, നിങ്ങൾ ക്ലാസ്സുകളിൽ ആരെങ്കിലും നമ്മുടെ സൈലത്തിന്റെ നിഞ്ച ബാച്ചുകളിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഉടനടി തന്നെ ജോയിൻ ചെയ്യേണ്ടതാണ്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് കണ്ടല്ലോ, നമ്മുടെ MCQ ക്വസ്റ്റ്യനുകളാണ് നിങ്ങൾ കണ്ടത്. ഇനി ഇതിന്റെ എക്സ്പ്ലനേഷനും ക്ലാസ്സുകളും ഒക്കെ നിങ്ങൾക്ക് വരാനുണ്ട്. ബട്ട് നമ്മുടെ എന്തുകൊണ്ടാണ് നിഞ്ചയിലേക്ക് നിങ്ങൾ വരണമെന്ന് ഞങ്ങൾ പറയുന്നതിന് മാറ്റം എന്താണെന്ന് വെച്ചാൽ, നോർമലി നമ്മൾ എന്താണ് യൂട്യൂബിൽ ലൈവ് സ്ട്രീം ചെയ്യുന്നത് മേ ബി ഒരു 1 hour അല്ലെങ്കിൽ ഒരു 1.5 hours കൊണ്ട് ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരിക്കും നിങ്ങൾക്ക് തരിക. അപ്പൊ നമ്മളെ കൊണ്ട് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന കണ്ടന്റിൽ എങ്ങനെ വന്നാലും ഒരു ലിമിറ്റേഷൻസ് ഒക്കെ നമുക്ക് ഉണ്ടായിരിക്കും. കാരണം മുഴുവനായിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ട് നമുക്ക് പറഞ്ഞു തരാൻ പറ്റുമെന്നുള്ള കൺഫേം ഒന്നും ഉണ്ടായിരിക്കില്ല. പക്ഷെ നിഞ്ചയിലേക്ക് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിഞ്ചയിലെ ഈച്ച് ആൻഡ് എവറി പാർട്ട് നമ്മുടെ CBSE സിലബസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് CBSE സിലബസിലെ NCERT ടെക്സ്റ്റ് ബുക്ക് മൊത്തമായിട്ട് പഠിക്കേണ്ട മക്കളാണ് നമ്മളെല്ലാവരും. അതിന്റെ ഓരോ ഈ ചെറിയ ചെറിയ ഏരിയയിൽ നിന്ന് വരെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങളുടെ. നമ്മുടെ സ്റ്റേറ്റിനെ പോലെയുള്ള ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്ക് ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ഫുള്ളി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാൻ പറ്റും. ഞങ്ങളുടെ മക്കളായിട്ട് നിങ്ങൾ അങ്ങോട്ട് കൂടെ വാടാ, നിങ്ങൾ അങ്ങോട്ട് വന്നാൽ മതി, ബാക്കി നമുക്ക് അവിടെ സെറ്റ് ആക്കാം. അടിപൊളിയായിട്ട് പൊളിച്ചടുക്കി നമുക്ക് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. ഒരുപാട് തമാശകൾ പറഞ്ഞുകൊണ്ട്, കഥകൾ പറഞ്ഞുകൊണ്ട്, പുതിയ പുതിയ കോണ്ടന്റുകൾ നിങ്ങളിലേക്ക് തന്നുകൊണ്ട് വെറൈറ്റി ആയിട്ട് ജിയോഗ്രഫിയും മറ്റ് സബ്ജക്റ്റുകളെല്ലാം തന്നെ പഠിക്കാൻ വേണ്ടി നിങ്ങൾ അങ്ങോട്ട് കയറി വന്നാൽ മാത്രം മതി. ഇപ്പൊ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ആലോചിക്കുന്നുണ്ടാവും, സാറേ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് ഇതിൽ ജോയിൻ ചെയ്യാൻ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നാണ്. മക്കളെ, ഇതാ ഇവിടെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക. ചെറിയ ഫീ മാത്രമേ തരുള്ളൂ. ആ ഒരു ഫീ വെച്ചുകൊണ്ട് നിങ്ങളുടെ 1 വർഷത്തേക്കുള്ള അഡ്മിഷൻ നിങ്ങൾ അങ്ങോട്ട് കൺഫേം ചെയ്യാം. അഡ്മിഷൻ എടുത്തിട്ട് ഇങ്ങോട്ട് വാടാ, നമുക്ക് അവിടെ ഒരുമിച്ചിട്ട് അങ്ങോട്ട് സംസാരിക്കാം. എന്നാൽ അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് പോയാലോടാ. അടുത്ത ചോദ്യമാണ് ലോങ്റ്റിറ്റ്യൂഡൽ എക്സ്റ്റെന്റ്. നമ്മൾ ലാറ്റിറ്റ്യൂഡൽ എക്സ്റ്റെന്റ് ആയിരുന്നു തൊട്ട് മുമ്പത്തെ ചോദ്യം പറഞ്ഞത്. എന്നാൽ ഇനി നമ്മളോട് ചോദിക്കുന്നത് ലോങ്റ്റിറ്റ്യൂഡൽ എക്സ്റ്റെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഇത് ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻ, ഈസി ആയിട്ടുള്ള ചോദ്യം മാത്രമാണ്. ലോങ്റ്റിറ്റ്യൂഡൽ എക്സ്റ്റെന്റ് എന്ന് പറഞ്ഞാൽ 68 ഡിഗ്രി 7 മിനിറ്റ് ഈസ്റ്റ് ടു 97 ഡിഗ്രി 25 മിനിറ്റ് ഈസ്റ്റ് വരെയാണ് ഇന്ത്യയുടെ ലോങ്റ്റിറ്റ്യൂഡൽ എക്സ്റ്റെന്റ്. ഇന്ത്യയുടെ ലോങ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇങ്ങനെ പോകുന്ന ലെൻസിനെ വിളിക്കുന്ന പേരാണ് ലോങ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ ലോങ്റ്റിറ്റ്യൂഡ്. അതേസമയം ഇങ്ങനെ പോകുക, ദിസ് ഈസ് ദ ലാറ്റിറ്റ്യൂഡ്. ഓക്കെ, മാറ്റം മനസ്സിലാക്കി വെക്കണം. ലോങ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലോങ് ആയിട്ട് പോകാന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ലാറ്റിറ്റ്യൂഡും ലോങ്റ്റിറ്റ്യൂഡും. സോ നമ്മൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് the southernmost point of the Indian Union, Indira Point. India's southernmost point എന്ന് പറഞ്ഞാൽ that is the Indira Point that was situated in the Andaman Nicobar's Island. നമ്മൾ എന്താണ് ആൻഡമാൻ നിക്കോബാർസ് ഐലൻഡിൽ കിടക്കുന്ന ഇന്ദിര പോയിന്റ് ആണ് ഇന്ത്യയുടെ സദേൺ പോയിന്റ് എന്ന് പറയുന്നത്. ചോദ്യം അതല്ല ആൻഡമാൻ നിക്കോബാർസിലാണോ ഒന്നുമല്ല ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് God submerged under the sea water in which year? ഇത് ഇന്ന് സീ വാട്ടറിലേക്ക് അങ്ങോട്ട് കൂടി ചേർന്നിട്ടുണ്ട്. അത് ഏത് ഇയർ മുതലാണ്? ആക്ച്വലി മുമ്പ് ഉണ്ടായിരുന്ന സീ വാട്ടറിലല്ലായിരുന്നു, ലാൻഡ് ഏരിയ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ദിര പോയിന്റ് എന്ന് പറയുന്ന പോയിന്റ് ആൻഡമാൻ നിക്കോബാർസിൽ സിറ്റുവേറ്റ് ചെയ്യുന്നത്. അത് എന്ന് മുതലാണ് നമ്മുടെ സീ വാട്ടറിലേക്ക് അങ്ങോട്ട് മേർജ് ചെയ്ത്, കടലിലേക്ക് അങ്ങോട്ട് മേർജ് ചെയ്തെന്നുള്ളതാണ്. അത് ആലോചിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചാൽ മതി, ലാസ്റ്റ് ആയിട്ട് സുനാമി വന്നത് എന്താണെന്ന് ആലോചിച്ചാൽ മതി. ലാസ്റ്റ് ആയിട്ട് സുനാമി വന്ന ഇയർ എന്ന് പറഞ്ഞാൽ 2004, 2004 ആ 2004 സുനാമി കാരണമായിട്ടാണ് ചെയ്യുന്നത് സീ വാട്ടറായിട്ട് അങ്ങോട്ട് മേർജ് ചെയ്യുന്നത്. സോ ദ ആൻസർ ഈസ് 2004, 2004 എന്ന് ഓർത്ത് വെക്കുക. Then the next question, the 9th question. What percentages of total geographical area of the world is in India? വേൾഡിലെ മൊത്തം ജിയോഗ്രഫിക്കൽ ഏരിയയിൽ ഇന്ത്യ എത്ര പെർസെന്റേജ് ലാൻഡ് ഏരിയ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ മൊത്തം ജിയോഗ്രഫിക്കൽ ഏരിയ എടുത്ത് അതിൽ നമ്മൾ ഇന്ത്യയുടെ ലൊക്കേഷൻ, ഇന്ത്യയുടെ ആ ഒരു സൈസ് എന്ന് പറയുന്നത് എത്ര ജിയോഗ്രഫിക്കൽ ഏരിയ ഉണ്ട് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ we can write the answer is 2.4%.
ആൻസർ ഏതാണ്? 2.4% മാത്രമാണ്. എന്നാൽ അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കിയാലോ. അടുത്തൊരു ചോദ്യമാണ് the 10th question. The land masses of India has the area of. ഇന്ത്യയുടെ ലാൻഡ് മാസ്, ഇന്ത്യയുടെ ഏരിയ എത്രയാണെന്നുള്ള മക്കളെ ഇതിന്റെ ആൻസർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. ഇതിന്റെ ആൻസർ മക്കളെല്ലാവരും ഇതിന് താഴെ ഒന്ന് കമന്റ് ഇടാം. സോ മക്കളെ നമുക്ക് ഇനിയും കാണാം, ഇനിയും സംസാരിക്കാം, ഇനിയും ഒരുപാട് ടോപ്പിക്കുകളുമായിട്ട് എന്നെ വീണ്ടും കാണുന്നതാണ്. സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് ഹിയർ. ഇറ്റ്സ് മീ ഫൈസൽ. ടാറ്റാ ബൈ.